ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റാനോയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൂലൈ 1-ാം തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള PSC ബുള്ളറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. ഇതിൻ്റെ നോട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മുടെ സ്കിൽ റാനോയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാ അയ്യങ്കാളിയുടെ എത്രാമത് ചരമവാർഷിക ദിനമാണ് 2026 ജൂൺ 18 ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ 85-ാമതാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ എത്രാമത് ചരമവാർഷിക ദിനമാണ് 2026 ജൂൺ 18 ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ 85-ാമതാണ്. അപ്പോൾ 85-ാമത് പുള്ളിക്കാരൻ മരിച്ച വർഷം ചോദിച്ചാൽ എന്നാണ്? 1941. അങ്ങനെയാണെങ്കിൽ ജനന വർഷം എന്നാണ്? 1863 ആണല്ലേ? ഡേറ്റ് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഡേറ്റ് എന്നാണ്? ഓഗസ്റ്റ് 28 അല്ലേ? എവിടെയാണ് അയ്യങ്കാളി ജനിച്ചത്? വെങ്ങാനൂർ, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിച്ചത്. ഏത് വർഷമാണ്? 1863. ദിവസം ഏതാണ്? 28 ഓഗസ്റ്റിനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ മഹാത്മാ അയ്യങ്കാളിയുടെ എത്രാമത് ചരമവാർഷിക ദിനമാണ് ജൂൺ 18 2026 ജൂൺ 18 ആചരിക്കുന്നത്? 85-ാമത്. അടുത്ത പോയിന്റ്, പകൽ ലഭിക്കുന്ന സോളാർ വൈദ്യുതി സംഭരിക്കുന്നതിനുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കാൻ കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകുന്നത് ഏത് സ്ഥലത്തിനാണ്? ബ്രഹ്മപുരമാണ്. പകൽ ലഭിക്കുന്ന സോളാർ വൈദ്യുതി സംഭരിക്കുന്നതിനുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കാൻ കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകുന്ന ഏത് സ്ഥലത്തിനാണ്? ബ്രഹ്മപുരമാണ്. ഏത് വർഷത്തോടെയാണ് കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിടുന്നത്? ഓർത്തു വെച്ചിരുന്നു, അത് 2050 ഏത് വർഷത്തോടെയാണ് കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 2050. അടുത്ത ചോദ്യം, 6-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നടപ്പാക്കുന്ന വിത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ്. 6-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നടപ്പാക്കുന്ന വിത്ത് എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ പത്തനംതിട്ടയാണ്. വിത്ത് എന്ന് പറയുന്ന പദ്ധതിയാണ്. വിത്ത്. ഒരുമിച്ച് പഠിക്കൂ, ഒരുമിച്ച് വളരൂ, ഭാവിയിലെ ഉത്തരവാദിത്വമുള്ള പൗരരാകൂ എന്നാണ് പദ്ധതിയുടെ സന്ദേശം. അപ്പൊ എന്താണ് ഈ പദ്ധതിയുടെ സന്ദേശം? ഒരുമിച്ച് പഠിക്കൂ, ഒരുമിച്ച് വളരൂ, ഭാവിയിലെ ഉത്തരവാദിത്വമുള്ള പൗരരാകൂ എന്നാണ് ഈ പദ്ധതിയുടെ സന്ദേശം. അടുത്ത പോയിന്റ്, 2 വർഷത്തിനിടെ 1000 കപ്പലുകൾ എത്തുന്ന ലോകത്തെ പ്രധാന തുറമുഖമായി മാറിയ ഇന്ത്യൻ തുറമുഖം അത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. 2 വർഷത്തിനിടെ 1000 കപ്പലുകൾ എത്തുന്ന ലോകത്തെ പ്രധാന തുറമുഖമായി മാറിയ ഇന്ത്യൻ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. 1000 കപ്പൽ എന്ന ചരിത്ര നേട്ടം കുറിച്ചൊരു കപ്പലുണ്ട്, ഓർത്തു വെച്ചിരുന്നോ? MSC ലൂസിയാന. 1000 കപ്പൽ എന്ന ചരിത്ര നേട്ടം കുറിച്ച കപ്പലാണ് MSC ലൂസിയാന. ഓക്കെ, അപ്പൊ 2 വർഷത്തിനിടെ 1000 കപ്പലുകൾ എത്തുന്ന ലോകത്തെ പ്രധാന തുറമുഖമായി മാറിയ ഇന്ത്യൻ തുറമുഖം ചോദിച്ചാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും അധികം പക്ഷി വൈവിധ്യമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ലോകത്തെ 2-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ തലസ്ഥാന നഗരം ചോദിച്ചാൽ നമ്മൾ ഡൽഹിയാണ്. ഏറ്റവും അധികം പക്ഷി വൈവിധ്യമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ലോകത്തെ 2-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ തലസ്ഥാന നഗരം ചോദിച്ചാൽ ഏതാണ്? അത് ഡൽഹിയാണ്. 1-ാം സ്ഥാനത്തുള്ളത് കെനിയയിലുള്ള നെയ്റോബി എന്ന് പറയുന്നത് പ്ലേസ് ആണ്. ഏതാണ്? നെയ്റോബി എന്ന് പറയുന്നൊരു നഗരമാണ്. എവിടെയാണത്? കെനിയയിലാണ്. കെനിയ. ഓക്കെ, ഇതാണ് 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഡൽഹിയാണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ 6 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ 6 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അടുത്ത ചോദ്യം, വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് PM റാഹത്ത്. അപ്പം PM റാഹത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് എന്ത്? PM റാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ, ആദ്യത്തെ 7 ദിവസം 1.5 ലക്ഷം രൂപ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് PM റാഹത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ,
അടുത്ത പോയിന്റ്, ആകാശം കീഴടക്കി ബഹിരാകാശം തൊട്ട ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ പുസ്തകം എന്താണെന്ന് അറിഞ്ഞിരുന്നു? ദി സെക്കൻഡ് ഓർബിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആകാശം കീഴടക്കി ബഹിരാകാശം തൊട്ട ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ പുസ്തകം എന്താണ്? ദി സെക്കൻഡ് ഓർബിറ്റ് എന്നാണ്. ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശുവിനെ എത്തിച്ച ആക്സിയം 4 ദൗത്യവും അദ്ദേഹത്തിന്റെ പരിശീലനവും ബഹിരാകാശത്തെ ജീവിതവുമാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. അപ്പൊ ഈ പുസ്തകം എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഈ താഴത്തെ പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പുള്ളിക്കാരന്റെ പുസ്തകത്തെ കുറിച്ചാണ്. പുള്ളിക്കാരന്റെ പുസ്തകത്തിന്റെ പേര് എന്താണെന്നാണ്. എന്താണ്? ദി സെക്കൻഡ് ഓർബിറ്റ്. ഈ ആക്സിയം 4 എന്നാ വിക്ഷേപിച്ചത് അത് അറിഞ്ഞിരുന്നോ? 2025 ജൂൺ 25-നാണ്. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലേ. 2025 ജൂൺ 25-നാണ് ആക്സിയം 4 എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. അടുത്ത പോയിന്റ്, ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5. എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് ഇതല്ല ആവശ്യം, നമുക്ക് ഇതിന്റെ തീമാണ് ആവശ്യം. 2026 ഇതിന്റെ തീം എന്താന്ന് വെച്ചാൽ ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നാണ്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചിരുന്നോ? എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഡേറ്റ് തന്നെയാണ്. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണ്. ജൂൺ 14 അല്ലേ. ഇതിനും ഒരു തീമുണ്ട്. എന്താണ്? 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി ഗീവ് ബ്ലഡ് സേവ് ലൈഫ് എന്നാണ്. 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി ഗീവ് ബ്ലഡ് സേവ് ലൈഫ്സ്. ഓക്കെ, ഇതാണ് 2026 വേൾഡ് ബ്ലഡ് ഡോണർ ഡേയുടെ തീം എന്ന് പറഞ്ഞത്. ഇത് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിരുന്നോ? അടുത്ത പോയിന്റ്, 2026 നേറ്റോ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ചോദിച്ച അങ്കരയാണല്ലേ. അങ്കര നമ്മുടെ തുർക്കിയുടെ ക്യാപിറ്റൽ ആണല്ലേ. തുർക്കിയുടെ ക്യാപിറ്റലാണ് എന്ത്? അങ്കര. അപ്പോൾ 2026 നേറ്റോ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ചോദിച്ച ഏതാണ്? അങ്കര. അടുത്ത ചോദ്യം, വേൾഡ് എക്കണോമിക്സ് ഫോറം പുറത്തുവിട്ട 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ചോദിച്ച സ്വീഡൻ ആണ്. വേൾഡ് എക്കണോമിക്സ് ഫോറം പുറത്തുവിട്ട 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ചോദിച്ചാൽ സ്വീഡൻ ആണ്. നമ്മുടെ ഇന്ത്യ വരുന്നത് 70-ാമതാണ്. ഇന്ത്യ വരുന്നത് 70-ാമതാണ്. ഇനി ഇതിന്റെ സെക്കൻഡ് പൊസിഷൻ വരുന്നത് ഫിൻലാൻഡ് ആണ്. തേർഡ് പൊസിഷൻ കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോ? ഡെൻമാർക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരുന്നോ? 1-ാം സ്ഥാനത്തുള്ളതും 2-ാം സ്ഥാനത്തുള്ളതും മസ്റ്റായിട്ടും പഠിച്ചിരുന്നോ? അടുത്ത പോയിന്റ്, ആമസോണിനെയും മൈക്രോസോഫ്റ്റിനെയും മറികടന്ന് വിപണി മൂല്യത്തിൽ ലോകത്തിലെ 4-ാമത്തെ വലിയ കമ്പനിയായി മാറിയതാണ് സ്പേസ് എക്സ്. ആമസോണിനെയും മൈക്രോസോഫ്റ്റിനെയും മറികടന്ന് വിപണി മൂല്യത്തിൽ ലോകത്തിലെ 4-ാമത്തെ വലിയ കമ്പനിയായി മാറിയത് ഏതാണ്? സ്പേസ് എക്സ് ആണ്. ഒന്നാമത് നിൽക്കുന്നത് ആരാണ്? എൻവിഡിയ ആണ് അല്ലേ. രണ്ടാമത് നിൽക്കുന്നത് ആൽഫബറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. ആൽഫബറ്റ്. മൂന്നാമതാണ് ആപ്പിൾ വരുന്നത്. 4-ാമതാണ് നമ്മുടെ സ്പേസ് എക്സ് വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ ഒളിമ്പ്യൻ ആരാണെന്ന് ചോദിച്ചാൽ PT ഉഷയും അഞ്ജു ബോബി ജോർജും ആണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ ഒളിമ്പ്യൻ ആരൊക്കെയാണ്? PT ഉഷയും അഞ്ജു ബോബി ജോർജും ആണ്. മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്ത ആരാണെന്ന് അറിഞ്ഞിരുന്നോ? അത് നീരജ് ചോപ്രയാണ്. മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. ഓക്കെ, അടുത്ത പോയിന്റ്, വനിതാ ലോങ് ജമ്പിൽ 22 വർഷത്തെ പഴക്കമുള്ള അഞ്ജു ബോബി ജോർജിന്റെ ദേശീയ റെക്കോർഡ് തകർത്ത മലയാളി താരം അറിഞ്ഞിരുന്നോ? ആൻസി സോജൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വനിതാ ലോങ് ജമ്പിൽ 22 വർഷം പഴക്കമുള്ള അഞ്ജു ബോബി ജോർജിന്റെ ദേശീയ റെക്കോർഡ് തകർത്ത മലയാളി താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആൻസി സോജൻ ആണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രചിച്ച പുസ്തകമാണ് ജോർജിയാസ് വിഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രചിച്ച പുസ്തകത്തിന്റെ പേരെന്താണ്? ജോർജിയാസ് വിഷൻ. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് ഒഡീഷയാണ്.
ഇനി നമുക്ക് 3 പുരസ്കാരങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പുരസ്കാരം മാധവമുദ്ര പുരസ്കാരം ലഭിച്ചത് ഏത് സാഹിത്യ നിരൂപകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ KS രവികുമാർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാധവമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ KS രവികുമാർ. P. കേശവദേവ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുഭാഷ് ചന്ദ്രനും ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനുമാണ്. അപ്പൊ കേശവദേവ് പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? സുഭാഷ് ചന്ദ്രനും ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനും. പൂത്തൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP രാമനുണ്ണിക്കാണ്. പൂത്തൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP രാമനുണ്ണിക്ക്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നിയമനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ്, കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ A. കൗശികനാണ്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ A. കൗശികൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ശേഷാദ്രിനാഥ്. അപ്പൊ ശേഷാദ്രിനാഥ് ആരാണ്? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ശേഷാദ്രിനാഥ്. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഷാനിമോൾ ഉസ്മാൻ ആണല്ലേ. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? ഷാനിമോൾ ഉസ്മാൻ. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറി ചുമതലയേൽക്കുന്നത് ആരാണ്? ബിശ്വനാഥ് സിൻഹയാണ്. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറി ചുമതലയേൽക്കുന്നത് ആരാണ്? ബിശ്വനാഥ് സിൻഹ. 50ാമത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോ? A. ജയതിലക് ആണ്. A. ജയതിലക്. ഓക്കെ. അപ്പൊ 51ാമത് ആരാണ്? ബിശ്വനാഥ് സിൻഹ. 50ാമത് ആരായിരുന്നു? A. ജയതിലക്. ഓക്കെ. കരസേനയുടെ പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തത് ആരെയാണ്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത് ആണ്. കരസേനയുടെ പുതിയ മേധാവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ജെറോമിക് ജോർജ് ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ജെറോമിക് ജോർജ്. അടുത്ത് നമുക്ക് കുറച്ച് പദ്ധതികളാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ്, വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക മേഖല ഉപേക്ഷിക്കേണ്ടി വരുന്ന കർഷകരെ പുനരധിവസിപ്പിക്കുന്നതിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നവകിരണം പദ്ധതി. അപ്പൊ നവകിരണം പദ്ധതി എന്താണെന്ന് അറിഞ്ഞിരുന്നോ? വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക മേഖല ഉപേക്ഷിക്കേണ്ടി വരുന്ന കർഷകരെ പുനരധിവസിപ്പിക്കുന്നതിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് നവകിരണം പദ്ധതി. അടുത്ത പോയിന്റ്, കുടുംബശ്രീ അംഗങ്ങൾക്ക് മികച്ച ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയുമായി ചേർന്ന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന എന്താണ്? ജീവൻ ദീപം ഒരുമ എന്നാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് മികച്ച ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയുമായി ചേർന്ന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത്? ജീവൻ ദീപം ഒരുമ. അടുത്തത്, കുടുംബശ്രീ മാതൃകയെ യുവാക്കൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് എന്ത്? യുവശ്രീ. അപ്പൊ യുവശ്രീ എന്താണ്? കുടുംബശ്രീ മാതൃകയെ യുവാക്കൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭം അറിയപ്പെടുന്നതാണ് എന്ത്? യുവശ്രീ. പോസ്കോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ഒരുക്കുന്ന പദ്ധതിയാണ് മകൾക്കൊപ്പം. അപ്പൊ മകൾക്കൊപ്പം എന്ന് വെച്ച പദ്ധതി എന്താണ്? പോസ്കോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ഒരുക്കുന്ന പദ്ധതിയാണ് എന്ത്? മകൾക്കൊപ്പം. അടുത്ത പോയിന്റ്, സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവയിൽ നിന്ന് വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി കേരള സർക്കാർ നടപ്പാക്കുന്ന ഒറ്റത്തീർപ്പൽ പദ്ധതിയാണ് ആശ്വാസ് 2026. അപ്പൊ ആശ്വാസ് 2026 എന്താണെന്ന് അറിഞ്ഞിരുന്നോ? സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവയിൽ നിന്ന് വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി കേരള സർക്കാർ നടപ്പാക്കുന്ന ഒറ്റത്തീർപ്പൽ പദ്ധതിയാണ് എന്ത്? ആശ്വാസ് 2026. അടുത്ത പോയിന്റ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പും നടപ്പാക്കുന്ന അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് പിന്തുണ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പും നടപ്പാക്കുന്ന അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് പിന്തുണ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന എന്താണ്? ഭൂമിക. അടുത്ത പോയിന്റ്, റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന
സാധാരണക്കാരെ ആദരിക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന എന്താണ്? രാഘ്വീർ എന്നാണ്. 25,000 രൂപ വരെ ലഭിക്കും കേട്ടോ ഈ ഒരു പദ്ധതിയിൽ കൂടെ. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത്? രാഘ്വീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും നമ്മുടെ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഡിഗ്രി മെയിൻസ് ഉടനെ തന്നെ ഡേറ്റ് വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവരും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫെയറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കെല്ലാം ഞാൻ പറയാതെ തന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.